ഇന്നലെയും കൂടും കിടക്ക എടുത്തോണ്ട് ഇവിടെ വന്നതാ വീഡിയോ പിടിക്കാൻ. എല്ലാം പിടിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കിയപ്പം സേവ് ചെയ്തില്ല. ഒറ്റ വീഡിയോ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് ഇന്ന് ക്യാമറാമാനെയും വിളിച്ചോണ്ട് വന്നേക്കുവാ. നിക്കടി. നമ്മുടെ പാലക്കാടും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരാറുള്ള പന കണ്ടോ, എൻ്റെ മണ്ണിലും ഞാൻ നിൽക്കുന്ന മണ്ണിലും വളർന്നു നിൽക്കുന്നു. ഇന്ന് വേണ്ട ഈ പനയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാൻ വന്നതാണേ. അതായത് പണ്ടേ ഞങ്ങളുടെ ഈ നമ്മൾ പാലക്കാടും അതുപോലെ തന്നെ എന്താ പറയുക തമിഴ്നാടിൻ്റെ ഏരിയകളിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ് ഇത്. നൊങ്കെന്നൊക്കെ പറയത്തില്ലേ. ഇട്ട് ക്യാമറ ഇട്ട് കുലുക്കാതെടി. അപ്പം ഈ സംഭവം എന്താ പറയുക, ഇവിടെ ഇത് നിൽക്കുമ്പോഴത്തേക്ക് പണ്ട് ഞങ്ങൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വെള്ളം, പുഞ്ച, പാടം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ ഏരിയയിൽ വരരുത്, വെള്ളത്തിൽ വീഴും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു പ്രേതത്തിൻ്റെ ഒരു ഇതാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ യക്ഷിയുടെ വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോൾ ഇപ്പം വലിയ തിരിച്ചറിയുന്നത്. ഇതിൽ അതൊക്കെ അന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ, കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം തന്നെ ഇതിലും വലിയ യക്ഷി ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിടിച്ചേടി, നിക്കേടി ഒന്ന്. എൻ്റെ കുമാരേട്ടാ, അയ്യോ നടക്കടി, വാ പോകാം. ആരെങ്കിലും വിചാരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ പ്രേതം വന്നു. കമോൺ. അല്ല, ഇനി ഇതിൽ യഥാർത്ഥത്തിൽ പ്രേതം ഉണ്ടായിട്ടാണോ ഇവരെല്ലാം ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞത്? ഉണ്ടെങ്കിൽ പിന്നെ ഇന്ന് വീട്ടിൽ നീ വരണ്ടടി. നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ.